മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ നമ്മൾ നക്ഷത്രങ്ങളെ ആശ്രയിച്ചിരുന്നു. നക്ഷത്രങ്ങളാണ് കാലത്തിന്റെ കടന്നുപോക്കിനെ അടയാളപ്പെടുത്തിയിരുന്നത്. പര്യവേഷകരുടെ യാത്രകളിൽ അവയാണ് വഴികാട്ടിയിരുന്നത്. നമ്മുടെ ഐതിഹ്യങ്ങളെ പ്രകാശിപ്പിക്കാൻ സഹായിച്ചതും അവയാണ്. അതിനേക്കാളുമൊക്കെ ഉപരി നക്ഷത്രങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഉറവിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അവയെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവയുടെ ഓരോ സ്പന്ദനവും നീക്കവും പിന്തുടർന്നു. അങ്ങനെ നക്ഷത്രങ്ങളുടെ സഹായത്തോടെ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭൂതകാലം മനസ്സിലാക്കി. സമയവും ബഹിരാകാശവും എന്താണെന്ന് തിരിച്ചറിഞ്ഞു. പ്രപഞ്ച രഹസ്യങ്ങൾ ഉരുവാകുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. മറഞ്ഞിരുന്ന പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തി. യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യ നിയമങ്ങൾ വരെ അനാവരണം ചെയ്തു. അതിനാൽ നക്ഷത്രങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് നമ്മൾ കരുതി. അവയുടെ എല്ലാ നിഗൂഢതകളുടെയും മറകൾ നീക്കിയെന്ന് കരുതി. എന്നാൽ ഒരിക്കൽ കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ പ്രപഞ്ച രഹസ്യങ്ങൾ അനുസരിക്കാൻ വിസമ്മതിച്ച ഒരു നക്ഷത്രത്തെ കണ്ടെത്തി. നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു നക്ഷത്രം. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് അണഞ്ഞു പോകുന്ന ഒരു നക്ഷത്രം. അസാധ്യമായ എന്തോ ഒന്ന് അതിന്റെ പ്രകാശത്തെ വിഴുങ്ങുന്നത് പോലെ. ഇതിനെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞരെല്ലാം ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്താൻ വേണ്ടി അവരെ പരക്കം പാഞ്ഞു. അനന്തരഫലമായി ശാസ്ത്രലോകത്തിൽ നിന്നും നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നു. അത് ചിലപ്പോൾ നശിക്കാൻ പോകുന്ന ഒരു നക്ഷത്രമായിരിക്കുമോ, അല്ലെങ്കിൽ തകർന്നു പോയ ഒരു ഗ്രഹത്തിന്റെ ഒഴുകി നടക്കുന്ന അവശിഷ്ടങ്ങൾ ആ നക്ഷത്രത്തിനെ മറയ്ക്കുന്നതായിരിക്കുമോ? ഇനി ഒരുപക്ഷെ മനുഷ്യരെക്കാൾ ഒരുപാട് പുരോഗമിച്ച ഒരു അന്യഗ്രഹ ജീവി സമൂഹം നിർമ്മിച്ച നമ്മുടേതിനും അപ്പുറമുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ നിഴലാണെങ്കിലോ? നമുക്ക് നോക്കാം. 2009 നാസ കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചു. എക്സോ പ്ലാനറ്റുകളെ വേട്ടയാടുക എന്നതായിരുന്നു കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പിന്റെ പ്രധാന ലക്ഷ്യം. ട്രാൻസിറ്റ് ഫോട്ടോമെട്രി എന്നറിയപ്പെടുന്ന ഒരു വിദ്യയിലൂടെയാണ് ഈ ടെലിസ്കോപ്പ് എക്സോ പ്ലാനറ്റ്സിനെ വേട്ടയാടുന്നത്. അതായത് ഒരു നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹം വലം വെക്കുന്നുണ്ടെങ്കിൽ നക്ഷത്രത്തിന്റെ പ്രകാശത്തിനെ ആ പ്ലാനറ്റ് മറയ്ക്കുന്നത് കാരണം നമ്മൾ നോക്കുമ്പോൾ ആ നക്ഷത്രത്തിന്റെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ വളരെ ചെറിയ രീതിയിൽ മങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇതാണ് ട്രാൻസിറ്റ് ഫോട്ടോമെട്രി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്കും ആ നക്ഷത്രത്തിനും ഇടയിലൂടെ അതിന്റെ ഗ്രഹം കടന്നു പോകണം. എങ്കിൽ മാത്രമേ ആ എക്സോ പ്ലാനറ്റിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് വളരെ വലിയൊരു വിജയമായിരുന്നു. ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലമാണ് അത് പ്രവർത്തിച്ചത്. ഇത്രയും കാലം കൊണ്ട് 5 ലക്ഷത്തിൽ കൂടുതൽ നക്ഷത്രങ്ങളെ ഈ ടെലിസ്കോപ്പ് നിരീക്ഷിച്ചു. ഇത്രയേറെ നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള ഡാറ്റ മൊത്തം പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പോൾ അത് നാസയിലെ സയന്റിസ്റ്റുകളെ കൊണ്ട് മാത്രം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനാൽ പ്ലാനറ്റ് ഹണ്ടേഴ്സ് എന്ന പേരിൽ നാസ പുതിയൊരു പദ്ധതി തുടങ്ങി. കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നുമുള്ള ഡാറ്റ അമച്വർ ആസ്ട്രോണമേഴ്സിന്റെ സഹായത്തോടെ പ്രോസസ്സ് ചെയ്യുന്ന പദ്ധതിയായിരുന്നു പ്ലാനറ്റ് ഹണ്ടേഴ്സ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അമച്വർ ആസ്ട്രോണമേഴ്സ് ഈ പദ്ധതിയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ബഹിരാകാശത്തിൽ മറഞ്ഞിരുന്ന 2700-ൽ കൂടുതൽ എക്സോ പ്ലാനറ്റ്സിനെ കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പിലൂടെ കണ്ടെത്താനായി. എന്നാൽ ഒരു കൂട്ടം അമച്വർ ആസ്ട്രോണമേഴ്സ് കെപ്ലറിന്റെ ഡാറ്റയിൽ നിന്നും 1470 പ്രകാശ വർഷങ്ങൾക്കകലെ വളരെ വിചിത്രമായ സ്വഭാവമുള്ള ഒരു നക്ഷത്രത്തിനെ ശ്രദ്ധിച്ചു. KIC 8462H52. ശേഷം 2015-ൽ അമേരിക്കൻ ആസ്ട്രോണമറായ ടെബീതയുടെ നേതൃത്വത്തിൽ ഈ നക്ഷത്രത്തിന്റെ വിചിത്ര സ്വഭാവത്തിന്റെ കണ്ടെത്തൽ അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു റിസർച്ച് പേപ്പർ പ്രസിദ്ധീകരിച്ചു. അതിനാൽ ഈ നക്ഷത്രത്തിന് മറ്റൊരു പേര് കിട്ടി, ടാബീസ് സ്റ്റാർ. കെപ്ലറിൽ നിന്നുമുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രത്തിന്റെ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് മങ്ങുകയും തെളിയുകയും ചെയ്യാറുണ്ട്. നക്ഷത്രങ്ങളുടെ പ്രകാശം ഇങ്ങനെ മങ്ങുകയും വീണ്ടും തെളിയുകയും ചെയ്യുന്നത് ഒരു പുതിയ കണ്ടെത്തലൊന്നുമല്ല. പല നക്ഷത്രങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് നിരവധി കാരണങ്ങളും ഉണ്ടാകും. പക്ഷേ ടാബീസ് സ്റ്റാറിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ നക്ഷത്രത്തിന്റെ പ്രകാശം ചിലപ്പോൾ 22% വരെ മങ്ങാറുണ്ട്. ഇത്രയേറെ പ്രകാശം മങ്ങുക എന്നത് സാധാരണഗതിയിൽ അസാധ്യമാണ്. അതിനു പുറമെ ഇത് മിന്നുന്നത് കൃത്യമായ ഇടവേളകളിലൊന്നുമല്ല, മറിച്ച് തികച്ചും റാൻഡമായിട്ടാണ്. ചിലപ്പോഴൊക്കെ പല ദിവസങ്ങളോളം സമയം വരെ മങ്ങി നിൽക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ മങ്ങുകയുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ മിന്നുന്നത് വളരെ കൃത്യമായ ഇടവേളകളിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് പൂർണ്ണമായും അസാധാരണമായ ഒരു നക്ഷത്രമാണ്. എത്രത്തോളം അസാധാരണമാണെന്നാൽ കെപ്ലർ നിരീക്ഷിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളിൽ വേറെ ഒരൊറ്റ നക്ഷത്രത്തിൽ പോലും ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരുപക്ഷെ അമച്വർ ആസ്ട്രോണമേഴ്സിന്റെ റിസർച്ചിൽ വന്ന എന്തെങ്കിലും പിഴവായിരിക്കുമെന്നാണ് ആദ്യം ടെബീതയും കൂട്ടരും കരുതിയത്. അതിനു പുറമെ ചിലപ്പോഴൊക്കെ കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പിലും ചെറിയ രീതിയിലുള്ള ഗ്ലിച്ചുകളൊക്കെ സംഭവിക്കാറുണ്ട്.
അതിനാൽ ടബീതയും ടീമും കൂടുതൽ വ്യക്തമായിട്ട് മൊത്തം ഡാറ്റയും വീണ്ടും പരിശോധിച്ചു നോക്കി. റിസർച്ചിൽ പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കെപ്ലറിൽ ഗ്ലിച്ചുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കെപ്ലറിൽ നിന്നും കിട്ടിയ ഡാറ്റ ശരിയാണെന്നും അപ്പോഴാണ് അവർക്ക് ഉറപ്പായത്. അതായത് ടാബീസ് നക്ഷത്രം ശരിക്കും മങ്ങുന്നുണ്ട്. എങ്കിൽ പിന്നെ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ശാസ്ത്രലോകം തീരുമാനിച്ചു. ടാബീസ് നക്ഷത്രം ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നതിന് പിന്നിൽ നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ഒരു വലിയ ഗ്രഹം ടാബീസ് നക്ഷത്രത്തിനെ മറയ്ക്കുന്നുണ്ടായിരിക്കുമെന്നതാണ് ഒന്നാമത്തെ സിദ്ധാന്തം. അതായത് ടാബീസ് നക്ഷത്രത്തിന് ചുറ്റും വലം വെക്കുന്ന ഒരു ഗ്രഹം ആ നക്ഷത്രത്തിനും നമുക്കും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അത് ചെറിയ തോതിൽ നക്ഷത്രത്തിന്റെ പ്രകാശത്തിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോഴാണ് ആ നക്ഷത്രം മങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നും. കാരണം ഈ രീതിയിൽ എക്സോ പ്ലാനറ്റ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കെപ്ലറിനെ അയച്ചത്. പക്ഷേ ഈ സിദ്ധാന്തം ആദ്യമേ തന്നെ ടാബീതയും ടീമും തള്ളിക്കളഞ്ഞു. എന്തെന്നാൽ ഇങ്ങനെ നക്ഷത്രങ്ങൾക്ക് മുന്നിലൂടെ അവയുടെ ഗ്രഹം കടന്നു പോകുമ്പോൾ അതിന് എത്ര വലിയ ഗ്രഹമായിരുന്നാലും നക്ഷത്രത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം പ്രകാശത്തിനെ മാത്രമേ ആ പ്ലാനറ്റിനെ മറയ്ക്കാൻ കഴിയൂ. ഉദാഹരണത്തിന് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ഭൂമിയെ പോലത്തെ 1300ഓളം ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ഈ വാതക ഭീമൻ ഗ്രഹത്തിനുണ്ട്. ഇത്രയും വലിയൊരു ഗ്രഹമായിരുന്നിട്ടും ഇത് സൂര്യന്റെ 1% പ്രകാശം മാത്രമേ മറയ്ക്കുകയുള്ളൂ. അതായത് അകലെ നിന്ന് നോക്കിയാൽ സൂര്യന് മുന്നിലൂടെ ജൂപ്പിറ്റർ കടന്നു പോകുമ്പോൾ സൂര്യന്റെ പ്രകാശം 1% മാത്രമേ മങ്ങുകയുള്ളൂ. എന്നാൽ ടാബീസ് നക്ഷത്രമാണെങ്കിൽ നമ്മുടെ സൂര്യനേക്കാൾ 60% വലുതാണ്. ഇത്രയും വലിയൊരു നക്ഷത്രത്തിന്റെ 22% പ്രകാശത്തിനെ മറയ്ക്കണമെങ്കിൽ ആ പ്ലാനറ്റിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 8 മടങ്ങിൽ കൂടുതൽ വലിപ്പമുണ്ടായിരിക്കണം. എന്നാൽ അത് യഥാർത്ഥത്തിൽ അസാധ്യവുമാണ്. കാരണം ഗ്രഹങ്ങളുടെ വലിപ്പത്തിന് ഒരു പരിധിയുണ്ട്. ജൂപ്പിറ്ററിന്റെ 8 മടങ്ങിൽ കൂടുതൽ വലിപ്പം എന്ന് പറയുമ്പോൾ ആ പ്ലാനറ്റിന്റെ മാസ് ഒരുപക്ഷെ ജൂപ്പിറ്ററിന്റെ 30-40 മടങ്ങൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഗ്രഹത്തിന്റെ മാസ് ജൂപ്പിറ്ററിന്റെ ഏതാണ്ട് 13 മടങ്ങിൽ കൂടുതലായാൽ പിന്നെ അതിന്റെ കോർ ഭാഗത്തിൽ ഫ്യൂഷൻ പ്രക്രിയ സംഭവിക്കും. അതിനാൽ പിന്നെ അതിനെ ഒരു ഗ്രഹം എന്ന് വിളിക്കാൻ കഴിയില്ല. എന്നാൽ ഇത് ഡ്യൂറ്റീരിയം ഹീലിയമായി മാറുന്ന ഫ്യൂഷൻ പ്രക്രിയയാണ്. അല്ലാതെ നക്ഷത്രങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന ഫ്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നക്ഷത്രം എന്ന് വിളിക്കാനും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവ നക്ഷത്രവുമല്ല ഗ്രഹവുമല്ലാത്ത വസ്തുക്കളാണ്. ബ്രൗൺ ഡ്വാർഫ് എന്നാണ് ഇത്തരം വസ്തുക്കളെ പറയുന്നത്. അതിനാൽ തന്നെ ടാബീസ് നക്ഷത്രത്തിനെ മറയ്ക്കുന്നത് എന്തായാലും ഒരു ഗ്രഹമായിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അതൊരു ബ്രൗൺ ഡ്വാർഫ് ആയിരിക്കില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. തീർച്ചയായും ഒരു ബ്രൗൺ ഡ്വാർഫിന് ടാബീസ് നക്ഷത്രത്തിന്റെ 22% പ്രകാശത്തിനെ മറയ്ക്കാൻ കഴിയും. പക്ഷേ ടാബീസ് സ്റ്റാറിന്റെ കാര്യത്തിൽ അതും അസാധ്യമാണ്. എന്തെന്നാൽ ബ്രൗൺ ഡ്വാർഫുകൾ സാധാരണ ഗ്രഹങ്ങളെ പോലെയല്ല. അവ വൻതോതിൽ റേഡിയേഷൻ പുറത്തുവിടാറുണ്ട്. ഈ റേഡിയേഷനെ നമുക്ക് എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാനും സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടാബീസ് നക്ഷത്രത്തിനെ മറയ്ക്കുന്നത് ഒരു ബ്രൗൺ ഡ്വാർഫ് ആയിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് ആ ബ്രൗൺ ഡ്വാർഫിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ബ്രൗൺ ഡ്വാർഫിനെ അതിനു ചുറ്റും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് ഒന്നാമത്തെ സിദ്ധാന്തം ആദ്യമേ തന്നെ ടബീതയും കൂട്ടരും തള്ളിക്കളഞ്ഞത്. ഒരുപക്ഷെ ടാബീസ് സ്റ്റാറിന് ചുറ്റും ഒരു വലിയ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ഉണ്ടായിരിക്കുമെന്നതാണ് രണ്ടാമത്തെ സിദ്ധാന്തം. പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വെക്കുന്ന പൊടിപടലങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു കൂട്ടം വളയങ്ങളാണ്. ഇതുപോലത്തെ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നുമാണ് ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ ടാബീസ് സ്റ്റാറിന് ചുറ്റും പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ഉണ്ടെങ്കിൽ അത് നക്ഷത്രത്തിനെ മറയ്ക്കുന്നത് കാരണം തീർച്ചയായും ആ നക്ഷത്രത്തിന്റെ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് മങ്ങുകയും തെളിയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പൊടിപടലങ്ങൾ എല്ലായിടത്തും കൃത്യമായ അളവിലല്ലാത്തതിനാലായിരിക്കും നക്ഷത്രം തികച്ചും റാൻഡമായിട്ട് മിന്നുന്നത്. പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിന്റെ കട്ടി കൂടുതലായതുകൊണ്ടായിരിക്കും അത് നക്ഷത്രത്തിന്റെ 22% പ്രകാശം വരെ മറയ്ക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സിദ്ധാന്തം ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ സാധാരണഗതിയിൽ പുതുതായിട്ട് രൂപം കൊണ്ട നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും മാത്രമേ ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ടാബീസ് നക്ഷത്രം ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ്. അതുമാത്രമല്ല പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളുടെ താപനില വളരെ കൂടുതലായിരിക്കും. അനന്തരഫലമായി അവ വൻതോതിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പുറത്തുവിടും. JWST പോലെയുള്ള ടെലിസ്കോപ്പുകൾക്ക് അത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു റേഡിയേഷനും ടാബീസ് സ്റ്റാറിന് ചുറ്റുമുള്ളതായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അതിനാൽ രണ്ടാമത്തെ സിദ്ധാന്തത്തിനും പ്രസക്തിയില്ല. പല വർഷങ്ങൾ ശ്രമിച്ചിട്ടും ടാബീസ് നക്ഷത്രത്തിന് പിന്നിലെ നിഗൂഢത മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ നക്ഷത്രത്തിന്റെ ചരിത്രം പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു. ടാബീസ് നക്ഷത്രം യഥാർത്ഥത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ ഒരു നക്ഷത്രമല്ല. 1800കളിൽ തന്നെ ഇതിനെ കണ്ടെത്തിയിരുന്നു. അന്ന് മുതലേ പല ശാസ്ത്രജ്ഞരും ഇതിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ടബീതയും കൂട്ടരും ഇതിന്റെ ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കിയ ശേഷം അതിനെ ഇന്നത്തെ ഡാറ്റയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വസ്തുത മനസ്സിലാക്കാൻ പറ്റി. എന്താണെന്നാൽ ഇടയ്ക്കിടയ്ക്ക് പ്രകാശം മങ്ങുന്നതിന് പുറമെ കഴിഞ്ഞ 100 വർഷങ്ങൾ കൊണ്ട് ടാബീസ് നക്ഷത്രത്തിന്റെ ബ്രൈറ്റ്നസ് മൊത്തത്തിൽ 20% കുറഞ്ഞിട്ടുണ്ട്. കെപ്ലർ ഇതിനെ നിരീക്ഷിച്ച 4 വർഷങ്ങൾ കൊണ്ട് ഇതിന്റെ 3% ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ടെന്ന് കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പിന്റെ ഡാറ്റയിലും കാണാൻ പറ്റി. ചുരുക്കി പറഞ്ഞാൽ ടാബീസ് നക്ഷത്രം മിന്നുന്നതിന് പുറമെ എന്തോ കാരണത്താൽ അതിന്റെ ഊർജം നിരന്തരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് മറ്റൊരു സിദ്ധാന്തം ഉടലെടുത്തത്. ടാബീസ് സ്റ്റാറിന്റെ നിഗൂഢതയ്ക്ക് പിന്നിൽ ഒരുപക്ഷെ ഏലിയൻസ് ആണെങ്കിലോ? ഒരു സിവിലൈസേഷൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് തീർച്ചയായും അവർക്ക് കൂടുതൽ ഊർജം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ സൈദ്ധാന്തികമായി ചിന്തിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു സിവിലൈസേഷന് സ്വന്തം നക്ഷത്രത്തിൽ നിന്നും തന്നെ ഊർജം എടുക്കേണ്ടി വരും. അതിനുവേണ്ടി നിർമ്മിക്കുന്ന സൈദ്ധാന്തികമായ യന്ത്രമാണ് ഡൈസൺ സ്ഫിയർ. നക്ഷത്രത്തിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറച്ചുകൊണ്ട് നക്ഷത്രത്തിന്റെ ഊർജം ശേഖരിക്കുന്ന യന്ത്രമാണ് ഡൈസൺ സ്ഫിയർ. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൈസൺ സ്ഫിയറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. എന്തായാലും വളരെയധികം പുരോഗമിച്ച ഒരു അന്യഗ്രഹ ജീവി സമൂഹം അത്തരം ഒരു ഭീമാകാരമായ യന്ത്രം ടാബീസ് സ്റ്റാറിന് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആ നക്ഷത്രത്തിന്റെ നിഗൂഢതയെ വിവരിക്കും. മറ്റെല്ലാ സാധ്യതകൾക്കും പ്രസക്തി ഇല്ലാതാകുമ്പോൾ ഏലിയൻസിന്റെ സിദ്ധാന്തം വളരെ പ്രായോഗികമായിട്ട് ശാസ്ത്രലോകത്തിന് തോന്നി. അതുകൊണ്ടാണ് സെത്തി ടാബീസ് നക്ഷത്രത്തിനെ നിരീക്ഷിച്ചത്. ഇന്റലിജന്റ് ഏലിയൻസിനെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സെത്തി. വളരെ പവർഫുൾ ആയ അലൻ ടെലിസ്കോപ്പ് അറേ ഉപയോഗിച്ച് 2 ആഴ്ചയിൽ കൂടുതൽ അവരെ ടാബീസ് സ്റ്റാറിനെ നിരീക്ഷിച്ചു. അവിടെ ഡൈസൺ സ്ഫിയർ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും വിധത്തിലുള്ള ടെക്നോ സിഗ്നേച്ചർ കിട്ടേണ്ടതാണ്. സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സിഗ്നൽസിനെയാണ് ടെക്നോ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ടെക്നോ സിഗ്നേച്ചർ എന്ന് ഉദ്ദേശിച്ചത് പ്രധാനമായും റേഡിയോ സിഗ്നൽസിനെയാണ്. അതായത് ടെക്നോളജികളിൽ നിന്നും സ്വാഭാവികമായും റേഡിയോ സിഗ്നൽസ് വമിക്കും. ഈ റേഡിയോ സിഗ്നൽസിന് പരിമിതമായ ഫ്രീക്വൻസി കാണും, ആവർത്തിച്ച് വരുന്നതായിരിക്കും, ആവർത്തനം കൃത്യമായ ഇടവേളകളിലായിരിക്കും, മോഡ്യുലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. എന്നാൽ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്നും വമിക്കുന്ന റേഡിയോ സിഗ്നൽസിന് പൊതുവെ ഈ പ്രത്യേകതകളൊന്നും ഉണ്ടായിരിക്കില്ല. സെത്തി 2 ആഴ്ചയോളം ടാബീസ് സ്റ്റാറിനെ നിരീക്ഷിച്ചിട്ടും അത്തരത്തിലുള്ള യാതൊരു ടെക്നോ സിഗ്നേച്ചറും ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഏലിയൻസിന്റെ സിദ്ധാന്തവും ഇതിന് പിന്നിൽ വയ്ക്കാനാകില്ല. അതിനു പുറമെ 2018 ടാബീസ് സ്റ്റാറിന്റെ നിരീക്ഷണത്തിന്റെ പുതിയ റിസർച്ച് പേപ്പേഴ്സ് വന്നു. അവയിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി. എന്താണെന്നാൽ ടാബീസ് സ്റ്റാറിന്റെ പ്രകാശത്തിനെ മറയ്ക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അത് ഷോർട്ടർ വേവ് ലെങ്തിലുള്ള പ്രകാശകിരണങ്ങളെ, അതായത് നീലയോട് ചേർന്ന പ്രകാശത്തിനെയാണ് കൂടുതലായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ പ്രകാശത്തിന്റെ എല്ലാ വേവ് ലെങ്തുകളെയും ഒരേപോലെ മറയ്ക്കുന്നില്ല. ഡൈസൺ സ്ഫിയറിന്റെ സിദ്ധാന്തം ശരിയായിരിക്കാൻ സാധ്യത കുറവാണെന്ന് പറയാനുള്ളതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. അതായത് ഡൈസൺ സ്ഫിയർ ആണ് പ്രകാശത്തിനെ മറയ്ക്കുന്നതെങ്കിൽ അത് എല്ലാ വേവ് ലെങ്സിനെയും ഒരേപോലെ തന്നെ പൂർണ്ണമായും മറയ്ക്കേണ്ടതാണ്. എന്നാൽ ഈ പുതിയ കണ്ടെത്തൽ മറ്റൊരു സിദ്ധാന്തത്തിന് വഴിയൊരുക്കി. ഷോർട്ടർ വേവ് ലെങ്സ് കൂടുതലായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊടിപടലങ്ങളായിരിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ആയിരിക്കില്ല. ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു നക്ഷത്രത്തിന് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ഉണ്ടായിരിക്കാനും സാധ്യതയില്ല. അങ്ങനെ ഒരു ഡിസ്ക് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിന്റെ തീവ്രമായ താപനില കാരണം തീർച്ചയായും നമുക്കതിനെ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും സാധിക്കുമായിരുന്നു. എന്നാൽ ടാബീസ് സ്റ്റാറിന് ചുറ്റുമുള്ളത് സാധാരണ തണുത്ത പൊടിപടലങ്ങളാണ്. ഷോർട്ടർ വേവ് ലെങ്സിലുള്ള പ്രകാശകിരണങ്ങളെ വലിപ്പം കുറഞ്ഞ ഈ പൊടിപടലങ്ങൾക്ക് എളുപ്പത്തിൽ സ്കാറ്റർ ചെയ്യിക്കാനും അബ്സോർബ് ചെയ്യാനും കഴിയും. എന്നാൽ ലോങ്ങർ വേവ് ലെങ്സിലുള്ള പ്രകാശകിരണങ്ങളാണെങ്കിൽ ഈ പൊടിപടലങ്ങളിലൂടെ നിസ്സാരമായിട്ട് കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും ടാബീസ് നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ ഷോർട്ടർ വേവ് ലെങ്സിലുള്ള പ്രകാശം കുറവായിരിക്കുന്നത്. ഈ പൊടിപടലങ്ങൾ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുകയായിരിക്കും. പൊടിപടലങ്ങളുടെ സാന്ദ്രത എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും നക്ഷത്രത്തിന്റെ പ്രകാശം തികച്ചും റാൻഡമായ അളവിൽ റാൻഡമായ സമയങ്ങളിൽ മങ്ങുന്നത്. ഈ പൊടിപടലങ്ങളിലേക്ക് വീണ്ടും കൂടുതൽ പൊടികൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നക്ഷത്രത്തിന്റെ ബ്രൈറ്റ്നസ് കാലക്രമേണ കുറയുന്നതിന്റെ കാരണം. അങ്ങനെ ടാബീസ് നക്ഷത്രത്തിന് പിന്നിലെ എല്ലാ നിഗൂഢതകളും ഈ സിദ്ധാന്തം ഉപയോഗിച്ച് വിവരിക്കാനാകും. അതിനാൽ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ പേര് അംഗീകരിച്ചിട്ടുള്ള സിദ്ധാന്തവും ഇത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും മറ്റൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. എന്താണെന്നാൽ ഈ പൊടിപടലങ്ങൾ എവിടുന്നാണ് വന്നത്? ഈ പൊടിപടലങ്ങൾ എവിടുന്ന് വന്നു എന്നത് ഇപ്പോഴും ആർക്കും തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതിന് പിന്നിൽ നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് എക്സോമൂൺ.
അതായത് ചില ഗ്രഹങ്ങളുടെ ഓർബിറ്റ് വളരെ എക്സെൻട്രിക് ആയിരിക്കും. അതിനാൽ അവ നക്ഷത്രത്തിന്റെ ഒരുപാട് അടുത്ത് പോകാറുണ്ട്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ കാലക്രമേണ ഒന്നുകിൽ നക്ഷത്രത്തിൽ ചെന്ന് വീണ് നശിക്കും, അല്ലെങ്കിൽ നക്ഷത്ര വ്യൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. ഇത്തരമൊരു ഗ്രഹം പണ്ട് ടാബി സ്റ്റാറിനും ഉണ്ടായിരുന്നു. ആ പ്ലാനറ്റിന് ഒരു വലിയ ഉപഗ്രഹവും ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ആ പ്ലാനറ്റ് നക്ഷത്രത്തിൽ ചെന്ന് വീണ് നശിച്ചുപോയി. പക്ഷെ അതിന്റെ ഉപഗ്രഹം രക്ഷപ്പെട്ടു. പിന്നെ ആ ഉപഗ്രഹം നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹത്തിനെ പോലെ ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് നക്ഷത്രത്തിന്റെ വളരെ സമീപത്തിലൂടെയാണ് വലം വയ്ക്കുന്നത്. അതിനാൽ ആ ഉപഗ്രഹം പതിയെ ഉരുകാനും തുടങ്ങി. അങ്ങനെ ഉപഗ്രഹത്തിൽ നിന്നും പൊടിഞ്ഞു പോകുന്ന പദാർത്ഥങ്ങളാണ് കാലക്രമേണ നക്ഷത്രത്തിന് ചുറ്റുമുള്ള പൊടിപടലങ്ങളായിട്ട് മാറിയത്. ടാബി സ്റ്റാറിന്റെ നിഗൂഢതകളെല്ലാം വിവരിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു സിദ്ധാന്തം തന്നെയാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്നത്. എന്നിരുന്നാലും ഈ സിദ്ധാന്തത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നാൽ ഇങ്ങനെ ഈ പൊടിപടലങ്ങൾ ഉപഗ്രഹത്തിൽ നിന്നുമാണ് ഉണ്ടായതെങ്കിൽ ഓർക്കുക, അത് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ പൊടിപടലങ്ങൾക്ക് ഉയർന്ന താപനില ഉണ്ടായിരിക്കേണ്ടതുമാണ്. അങ്ങനെ ഉയർന്ന താപനില ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ അമിതമായ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ അമിതമായ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒന്നും അവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുമില്ല. അതിനാൽ ഈ പൊടിപടലങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടായി എന്നത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. അത് മാത്രമല്ല, ടാബി സ്റ്റാറിന്റെ നിഗൂഢതയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പൊടിപടലങ്ങൾ തന്നെയാണോ എന്നതും ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ടാബി സ്റ്റാർ ഇപ്പോഴും വലിയൊരു നിഗൂഢതയായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. ടാബി സ്റ്റാറിന്റെ നിഗൂഢതയ്ക്ക് പിന്നിൽ തീർച്ചയായും ഡസ്റ്റ് തന്നെയാണെന്നാണ് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നത്. ആ ഡസ്റ്റ് എവിടുന്ന് വന്നു എന്നത് മാത്രം ഒരു വലിയ ചോദ്യമായിട്ട് കിടക്കുകയാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ എന്തെങ്കിലും പ്രതിഭാസമായിരിക്കാം ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം. തീർച്ചയായും ഭാവിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം മനുഷ്യന്റെ കൗതുകത്തിൽ നിന്നും അധിക കാലം മറഞ്ഞിരിക്കാൻ ഇന്നേ വരെ ഒരു നിഗൂഢതയ്ക്കും സാധിച്ചിട്ടില്ല.